ഇപ്പോൾ നിലമ്പൂരുകാരനാണെങ്കിലും നിലമ്പൂരുകാരനാണോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട്. താങ്കൾ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചപ്പോൾ ഞാൻ എറണാകുളംകാരനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാണല്ലോ. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ താങ്കൾ ഇപ്പോൾ ഒരു തോട്ടത്തിന്റെ ഉടമയാണ് എന്നൊക്കെ കണ്ടു. എന്താണ് ഇവിടെ ഇവിടെ ഈ പ്രദേശവുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ താമസിക്കുന്നത്? അതൊക്കെ മറ്റെന്താ പറയാ, കൊച്ചു കാര്യങ്ങളാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് തന്നെ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംവാദത്തിന് കെൽപ്പില്ലാതെ വരുമ്പോഴാണ്. ഇറ്റലിയിൽ ജനിച്ചവർക്ക് ഇന്ത്യയിൽ മത്സരിക്കാൻ ഒരു തടസ്സവും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടാവേണ്ട കാര്യവുമില്ല. ഇപ്പോ കേരളത്തിലെ ഞാൻ ഇവിടുത്തുകാരനാണ് എന്ന് പറയേണ്ട ആവശ്യം വരുന്നു. അല്ല, പറയട്ടെ. അപ്പോ മറ്റു പല പ്രദേശങ്ങളിലും ജീവിക്കുന്നവർ അതേ മണ്ഡലങ്ങളിലാണോ മത്സരിക്കാറ്? അങ്ങനെയല്ല മത്സരിക്കാറ്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ജന്മനാട്ടിൽ മത്സരിക്കുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവും. ശരിയാണ്, എന്റെ ജന്മനാട് ഇവിടെയാണ്. എന്നാൽ ഓരോ ഘട്ടത്തിലും പ്രത്യേകമായ ചുമതലകൾ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനായിരുന്നു ഒരു ഘട്ടത്തിൽ. അത് 20 വയസ്സ് തികയുന്നതിന് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനായിരുന്ന ആളാണ് ഞാൻ. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് വിദ്യാർത്ഥി സംഘടനയുടെയും യുവജന സംഘടനയുടെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ഞാൻ കുറച്ചുകാലം തൃശൂർ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇതിനൊക്കെ മുൻപ് അന്ന് തൃശൂരായിരുന്നു പ്രവർത്തന കേന്ദ്രം. അതിനുശേഷം എറണാകുളത്ത് കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യം വന്നു. ആ ഘട്ടത്തിലാണ് തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് അവിടെ പ്രചരണം നടത്തിയവർ ഇയാൾ മലപ്പുറംകാരനാണ് എന്ന് പറഞ്ഞിട്ടാണ്. മലപ്പുറവും അതിനുള്ള മറുപടിയായിരുന്നു, ഞാൻ എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്, ഞാൻ എറണാകുളംകാരനാണെന്ന്. മലപ്പുറവും എറണാകുളവും തൃശൂരും തിരുവനന്തപുരവും കണ്ണൂരും ഒക്കെ നമ്മുടെ നാട് തന്നെയാണ്. ഓരോ ഘട്ടത്തിലും എവിടെ കേന്ദ്രീകരിക്കാനാണോ നിയോഗിക്കപ്പെടുന്നത് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എറണാകുളത്തുള്ളപ്പോൾ എറണാകുളത്ത് തന്നെയാണ്, പക്ഷെ ഇവിടെ ഉപേക്ഷിച്ചിട്ടില്ല. വീടപ്പോഴും ഇവിടെ തന്നെയാണ്. എന്റെ വോട്ട് ഇവിടെയാണ്. അതുവരാരും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമ്പോഴും അവിടെ MLA ആകുമ്പോഴും വോട്ട് നിലമ്പൂരിലാണ്. ഞാൻ സ്ഥാനാർത്ഥിയാകുമ്പോഴും ജനാധിപത്യത്തോടുള്ള എന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ടാ പോയത്. രാവിലെ എന്റെ ബൂത്തിൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തി ഇവിടെ നിന്ന് മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ഉച്ചയാവും മണ്ഡലം. കൃഷിയുണ്ട് അല്ലേ? അത് നമ്മുടെ ഒരു ഇഷ്ടങ്ങളാണ്, ഇഷ്ടത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ശരി, ഇപ്പൊ ഇന്നിപ്പം വനമന്ത്രി ശശീന്ദ്രൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹം മാപ്പ് പറയണം, രാജിവെക്കണം എന്നൊക്കെയുള്ള ആവശ്യം വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന പോലും ഒരു അപക്വമായി പോയില്ലേ? ഈ ഘട്ടത്തിൽ അങ്ങനെ പറയാമായിരുന്നു. അതിപ്പോ ഈ ജനാധിപത്യത്തിൽ പലപ്പോഴും ഒരു വിയോജിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ രാജിവെക്കണം എന്ന് പറയും. അതൊക്കെ ഒരു എന്താ പറയുക, കുറച്ചുകൂടി അവധാനതയോടെ പറയേണ്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു മന്ത്രി പറഞ്ഞൊരു വാചകത്തോട് നമുക്ക് യോജിപ്പില്ലെങ്കിൽ ഉടനെ രാജിവെക്കണം എന്ന് പറയാൻ അത്ര ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യമാണോ? ഇവരുടെ അംഗീകാരത്തോടു കൂടിയാണോ അദ്ദേഹം മന്ത്രിയായത്? മന്ത്രി പറഞ്ഞ കാര്യവും ഒരുതരം അതില് അങ്ങനെ അല്ലല്ലോ അദ്ദേഹം മന്ത്രിയായത് ജനങ്ങളുടെ പിന്തുണയോടെയാണ്. ആ പിന്തുണ അതേപോലെ അവിടെ നിൽക്കുന്നു. രണ്ട് മന്ത്രിയുടെ പ്രസ്താവനയോട് വിയോജിക്കുന്നതിലും തെറ്റില്ല. പക്ഷെ മന്ത്രിക്ക് മന്ത്രിയുടേതായ ബോധ്യങ്ങൾ ഉണ്ടാവും. അതായത് ഒരു കുട്ടി മരിക്കുന്നു, നാട്ടിലെവിടെയും ഉണ്ടാവുന്ന ഒരു അപകടമാണ്. 2 മാസം മുൻപ് തൊട്ടപ്പുറത്തുണ്ടായതാണ്. ഇതുണ്ടായത് വെള്ളക്കട്ടയിലാണ്, അപ്പുറത്ത് പുത്തിരിപ്പാടത്താണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അന്ന് ആരും വഴി തടഞ്ഞിട്ടില്ല. അതൊരു കോൺഗ്രസ് സജീവ പ്രവർത്തകനായിട്ടും ആരും അതിൽ പ്രതിഷേധിക്കുകയോ ആ വീട് സന്ദർശിക്കുകയോ പോലും ചെയ്തില്ല. കാരണം അന്ന് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്കുള്ള വഴി തടയുന്നു. അപ്പോൾ ഒരു മരണത്തെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും മന്ത്രി എന്ന നിലയിൽ വിവരമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. തിരുത്തണ്ടല്ലോ, ഇപ്പൊ അത് മനസ്സിലായില്ലേ കാര്യങ്ങൾ? അല്ല, ധാരണയുണ്ടാവാം. അദ്ദേഹം അതിൽ അടിയുറച്ച് നിൽക്കുകയാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വിശദീകരിക്കുകയാണ് വേണ്ടത്.